അംശങ്ങളിലേക്ക് ടാറും മെറ്റലും ഇളകി താറുമാറായ പുനലൂർ മൂവാറ്റുപുഴ റോഡിലെ കുഴികൾ പോലും നികത്താതെ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ റാന്നിയിൽ നടന്ന ലൈവ് കാർട്ടൂൺ ഷോ അധികൃതർക്കുള്ള മുന്നറിയിപ്പായി. പത്തനംതിട്ടയിലെ പ്രമുഖ കാർട്ടൂണിസ്റ്റ് ഷാജി മാത്യു ആണ് ലൈവ് കാർട്ടൂൺ ഷോ സംഘടിപ്പിച്ചത്. പത്തനംതിട്ട ജില്ലയുടെ ഹൃദയഭാഗത്തുകൂടിയാണ് പുനലൂർ മൂവാറ്റുപുഴ റോഡ് കടന്നുപോകുന്നത്. 10 വർഷം മുമ്പ് റോഡ് വികസന പദ്ധതികൾ ആരംഭിച്ചെങ്കിലും എങ്ങും എത്തിയില്ല. റോഡ് വികസന പദ്ധതി പ്രഖ്യാപിച്ചതോടെ പൊതുമരാമത്ത് വിഭാഗം റോഡിൽ കൃത്യമായി പണികളൊന്നും നടത്തിയിട്ടുമില്ല. ഇപ്പോൾ റാന്നി ബ്ലോക്ക് പടി മുതൽ ചെത്തോങ്കര വരെയുള്ള ഭാഗം കുഴികൾ മാത്രമാണ് ഉള്ളത്. മിക്കയിടത്തും ടാറിങ്ങിന്റെ അംശം പോലും കാണാനില്ല. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ വാഹനയാത്രക്കാർ ദുരിതമനുഭവിക്കുകയാണ്. ഇതിനെതിരെയാണ് തന്റെ ലൈവ് പ്രകടനമെന്ന് കാർട്ടൂണിസ്റ്റ് ഷാജി മാത്യു മലനാട് വാർത്തകളോട് പറഞ്ഞു. നമ്മുടെ കേരള സംസ്ഥാനത്തിലെ റോഡുകളെ സംബന്ധിച്ചിടത്തോളം മഴക്കാലം തുടങ്ങിയതോടുകൂടി വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇപ്പോൾ റോഡുകളുള്ളത്. ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾ 6 മാസത്തോളം വൈദ്യശാലയിൽ പോയി തിരുമ്മിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്ന വിധത്തിലാണ് റോഡുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ കാർട്ടൂൺ എന്ന മാധ്യമത്തിലൂടെ ഇതിനെതിരെ ഒരു പ്രതിഷേധം അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. തെരുവോരത്തു നിന്നും തെരുവിലെ കുഴികളിൽ ഇറങ്ങി നിന്നും കാർട്ടൂണിസ്റ്റ് നിമിഷങ്ങൾക്കുള്ളിലാണ് വരകളും അർത്ഥഗർഭമായ വാക്കുകൾ കൊണ്ടും റോഡിന്റെ ശോചനീയാവസ്ഥ വരച്ചു കാട്ടിയത്. ഓണക്കാലത്ത് പ്രജാക്ഷേമ അന്വേഷണത്തിനായി തിരിച്ച മഹാബലി റോഡിലെ ഗട്ടറിൽ വീണ് കൈയൊടിഞ്ഞത് കണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്ന നാടൻ വാക്യ പ്രയോഗത്തിലൂടെ ഗുണദോഷിക്കുന്ന കാർട്ടൂൺ ശ്രദ്ധാർഹമായി. റോഡിലെ കുണ്ടും കുഴിയും ദുരിതത്തിലാക്കുന്നത് ബൈക്ക് യാത്രികരെയാണ്. 6 മാസമായി ബൈക്ക് ഓടിക്കുന്ന യുവാവ് തിരുമലിനായി വൈദ്യനെ സമീപിക്കുന്നതും റോഡിലെ വെള്ളം കണ്ട് വിദേശി നീന്തൽക്കുളമാണെന്ന് തെറ്റിദ്ധരിക്കുന്നതും ഷാജിയുടെ കാർട്ടൂണിന് വിഷയമായി മാറി. തെരുവിൽ നടന്ന ഈ ഒറ്റയാൻ ലൈവ് ഷോ കാണാൻ ധാരാളം ആളുകളാണ് എത്തിയത്. ന്യൂസ് ബ്യൂറോ, റാന്നി.